ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് രാജാവ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. അപ്പം ഞാൻ രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ മനുഷ്യനോട് ഇടപെടുന്നു. പുരോഹിതൻ്റെ ജോലി എന്നാ? മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തോട് പറയുന്നതാണ്, സംസാരിക്കുന്നവനാണ് പുരോഹിതൻ. രാജാവ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മനുഷ്യനോട് സംസാരിക്കുന്നു, പുരോഹിതൻ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. രണ്ട് രീതിയിലും അടിസ്ഥാനപരമായി ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ ആ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്കേ പറ്റുള്ളൂ, പുരോഹിതനെ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒന്ന്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, എ ചോസൻ ജനറേഷൻ. ചോസനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തും തന്നെയല്ല, ഒരു രാജാവിനെ പോലെ ദൈവം എന്നെ അവൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. 3, മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയയാചന കഴിക്കുവാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. പിന്നെ പറയുന്നത് സ്വന്തം ജനം എന്നുള്ളതാണ്. സ്വന്തം ജനം, ഞാൻ അവൻ്റെ ജനമാണ്. ഐ ബിലോങ് ടു ഹിം. എൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ്, എൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇങ്ങനെയുള്ള ഈ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വ്യത്യസ്തരായിരിക്കും, നമ്മൾ വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യും. നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ അവരെ പോലെ അല്ല. ഈ വ്യത്യസ്തതയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഈ വ്യത്യസ്തതയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഐഡൻറ്റിറ്റി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിക്കേ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ ഡിഫറൻ്റാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ, ഇപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോരാ, നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകും അല്ലേ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങൾ അന്ധകാലത്ത് നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു പറഞ്ഞ് ഞങ്ങൾ വായിച്ചു പോകുന്ന ഒരു അനുഭവമല്ല. ഇതൊക്കെ ഞാനാണോ? ഞാൻ തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയണം. എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പിന്നെ ജീവിക്കുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് അശുദ്ധിയിൽ ജീവിക്കുകയില്ല, ഞാൻ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും. അത് ആദ്യം ഞാൻ അറിയണം. ഞാൻ അറിഞ്ഞാൽ മറ്റുള്ളവരും അറിയും. ആദ്യം ഞാൻ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് അലക്സാണ്ടർ രാജകുമാരൻ്റെ ഒരു ചരിത്രമാണ്. ഈ എക്സാമ്പിൾസൊക്കെ ഒത്തിരി മെസ്സേജസിലൊക്കെ ഇങ്ങനെ കയറി വരുന്നതാണ്. അലക്സാണ്ടർ രാജകുമാരൻ ചെറിയ പ്രായമായിരുന്നപ്പോൾ, ടീനേജിലേക്ക് കടന്നപ്പോൾ കൂട്ടുകെട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചു. സ്ട്രീറ്റ് പിള്ളേരുമായിട്ടാണ്, തെരുവ് പിള്ളേരുമായിട്ടായിരുന്നു അലക്സാണ്ടറിൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ. അവന്മാർ ചീത്ത വിളിക്കും, കള്ളു കുടിക്കും, അവരുടെ ലൈഫെല്ലാം ഭയങ്കര ഡിഫറൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട ജീവിതമാണ്. അലക്സാണ്ടർ രാജകുമാരൻ ഇവരുടെ കൂടെ കൂടി അവൻ്റെ ഭാഷ വ്യത്യാസമായി, അവൻ്റെ ജീവിതം വ്യത്യാസമായി. ഫിലിപ്പ് രാജാവിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഫിലിപ്പ് രാജാവ് ഇവനെ എങ്ങനെ മാറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ദിവസം അലക്സാണ്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതം ഒത്തിരി വ്യത്യാസമായി പോകുകയാണല്ലോ, നിൻ്റെ കൂട്ടുകെട്ടൊക്കെ വളരെ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ്. ഒരു കാര്യം നീ ചെയ്താൽ മതി. ഇനി നീ അവരുടെ കൂടെ നടക്കുമ്പോൾ നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ ഓർത്തോണം. ഇത് അലക്സാണ്ടർ രാജകുമാരനെ വളരെ സ്വാധീനിച്ചു. നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ ഓർത്തോണം. അപ്പോൾ പിന്നീട് കൂട്ടുകാർ കൂടി മദ്യപിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അലക്സാണ്ടർ രാജകുമാരൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ അരഹുവാമായി, ഐ എം ദ പ്രിൻസ്, ഞാനൊരു രാജകുമാരനാണ്, ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ് ഞാൻ. എൻ്റെ ഐഡൻറ്റിറ്റി ഫിലിപ്പ് രാജാവിൻ്റെ മകൻ എന്നുള്ളതാണ്.
എനിക്കൊരിക്കലും ഈ രീതിയിലുള്ളൊരു കൂട്ടുകെട്ട് പറ്റുകയില്ല, എനിക്ക് യോജിക്കുന്നതല്ല. എന്ന് തന്നെയല്ല, എൻ്റെ അപ്പൻ എന്നെ വളർത്തിയിരിക്കുന്നത് ലോക ജേതാവാകുവാനാണ്. ചെറിയ പ്രായം മുതൽ ഫിലിപ്പ് രാജാവ് പറയുമായിരുന്നു, മോനെ, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ ലോക രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കണമെന്നുള്ളതാണ്. അലക്സാണ്ടർ രാജ്യങ്ങളെല്ലാം കീഴടക്കി. ആ കാലയളവിലെ അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ കീഴടക്കുകയും ചെയ്തു. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ നീ ഒരു ലോക ജേതാവാകണമെന്നുള്ളതാണ്. അപ്പം നീ ആരാണ്? നീ രാജകുമാരനാണ്, ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. എന്ന് തന്നെയല്ല, എൻ്റെ സ്വപ്നം എന്താണ്? നിന്നെക്കുറിച്ചുള്ള സ്വപ്നം നീ ഒരു വേൾഡ് ലീഡറാകണം, ലോക ജേതാവാകണമെന്നുള്ളതാ. ഇത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് മറ്റുള്ള അവൻ്റെ പഴയ കൂട്ടുകാരുമായിട്ടുള്ള ആ ഇടപഴകൽ, അവരെല്ലാം കൂടെ ഓടിച്ചു വിടുന്ന വെറുത്തൊന്നുമല്ല, ആ ഇടപഴകൽ മാറ്റിയിട്ട് അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ലൈഫ് മാറി. നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ രാജകുമാരൻ ഒടുവിൽ രാജാവായി. വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു രാജാവായിട്ട് ലോക രാജ്യങ്ങളെല്ലാം കീഴടക്കുന്ന അവസ്ഥയിലേക്ക് വരുവാൻ ഇടയായതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ പറയാൻ തുടങ്ങി, എടാ അവൻ രാജകുമാരന്, നമ്മൾ അവൻ്റെ കൂടെ നടക്കാനൊന്നും നമുക്ക് യോഗ്യതയൊന്നും ഇല്ല. അലക്സാണ്ടർ രാജകുമാരൻ്റെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരും മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും നമ്മളിലേക്ക് ആകൃഷ്ടരായി തീരും, അഥവാ നമ്മൾ പറയുന്നതിലേക്ക് ആകൃഷ്ടരായി തീരും. ഞാൻ ഡോക്ടർ നമ്പൂതിരിപ്പാട്, നേരത്തെ ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട്, അദ്ദേഹം വിശ്വാസിയായ സംഭവത്തെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നടന്ന കാര്യമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കോളേജ്, അവിടെ ഒരു പാർട്ടി നടക്കുമ്പോൾ എല്ലാവരും മദ്യപിച്ചു. എല്ലാവരും ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടികളെല്ലാം മദ്യപിക്കുകയാണ് അവിടെ. പിന്നെ അത് കോമൺ ആണ്, ഇംഗ്ലണ്ട് വെച്ച് നടക്കുന്ന കാര്യമാണ്. ഈ പെൺകുട്ടി മാത്രം മദ്യപിക്കുന്നില്ല. ഡോക്ടർ നമ്പൂതിരിപ്പാടും മദ്യപിച്ചില്ല. അപ്പോൾ ഡോക്ടർ നമ്പൂതിരിപ്പാട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്താ മദ്യപിക്കാത്തത്? അവൾ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ. നമ്പൂതിരിപ്പാട് ചോദിച്ചു, പിന്നെ ഈ പറയുന്ന പാട്ടുകളൊക്കെ പിന്നെ ആരാ? ഇവരെല്ലാവരും ആരാ? ക്രിസ്ത്യാനികളല്ലേ, ഇവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ. പക്ഷെ അവൾ പറഞ്ഞു, നോ, ഐ ആം ഡിഫറൻറ്റ്. ഞാൻ ഡിഫറൻ്റ് ആണ്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പേര് കൊണ്ട് മാത്രമല്ല, ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുന്ന ആളാണ്. യേശു എൻ്റെ കൂടെയുണ്ട്. ആ യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കിങ്ങനെയുള്ള പേക്കൂത്തുകളിൽ ഇടപെടുവാൻ കഴിയുകയില്ല. കാരണം എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത് എൻ്റെ യേശുവാണ്. ഡോക്ടർ നമ്പൂതിരിപ്പാട് ക്രിസ്തുവിങ്കലേക്ക്, ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ വാക്കുകൾ കേട്ടാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഡോക്ടർ നമ്പൂതിരിപ്പാട് ഒരു ക്രിസ്ത്യാനിയായി തീർന്നത് തന്നെയല്ല, ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ആളാണ്. ഇന്ത്യയിൽ മടങ്ങി വന്ന് ആ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഇടയാക്കിയത് ഒരു പെൺകുട്ടി അവളുടെ സാക്ഷ്യം നിലനിർത്തിയതാണ്. ഹല്ലേലൂയ, ആമേൻ. കാര്യം അവൾക്ക് അവളുടെ ഐഡൻറ്റിറ്റി അറിയാമായിരുന്നു. അവൾ മദ്യപിച്ചാൽ ആരും അവളോടൊന്നും ചോദിക്കത്തില്ല. അവൾ ആരെയും പേടിച്ചിട്ടല്ല, പ്രത്യുത ഞാൻ ആരാണ് എന്നുള്ളതായ ബോധ്യം, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ള ബോധ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ വ്യത്യസ്തനാണ്. ഓരോ ദിവസവും അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ പോലും കുഴപ്പമില്ല. ഐ എം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ എന്ന് വെച്ചുകൊണ്ട് അവരെ കണ്ടം ചെയ്യുന്ന, അവരെ തള്ളിക്കളയുന്നതല്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, അവരുടെ പേക്കൂത്തുകളിൽ ഇടപെട്ടു പോകുവാൻ ഇടവരുത്തരുതേ. നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ലോകം എന്നെ പകയ്ക്കുമായിരിക്കും, എങ്കിലും നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഡിഫറൻ്റ് ആണ് എന്നുള്ളത് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഡിഫറൻ്റ് ആണ്. ഞാൻ 15 വയസ്സുള്ളപ്പം 12th
അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. പ്രീ ഡിഗ്രിക്ക് ഹോസ്റ്റലിൽ ചെന്നു. അന്ന് ഈ റാഗിങ് ഒക്കെ ഉണ്ട്. 1977 റാഗിങ് ഉള്ള സമയമാണ്. അപ്പം ഇവന്മാരെല്ലാം കൂടെ എന്നെ റാഗ് ചെയ്യാനൊക്കെ ചേട്ടന്മാരെല്ലാം കൂടെ വന്നു. ചേട്ടന്മാരൊക്കെ റാഗ് ചെയ്തു. ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. ഇരിയടാ അവിടെ. ഞാൻ ചോദിച്ചു എവിടെ ഇരിക്കണ്ടേ? കസേരയിൽ ഇരിക്കും. ഞാൻ പറഞ്ഞു കസേര ഇല്ലല്ലോ ഇവിടെ. കസേര ഉണ്ടെന്നും വെച്ചിരുന്നോളാം. അപ്പം കസേരയിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇങ്ങനെ കാണിച്ചു. പല ഞാൻ അവർ പറഞ്ഞതൊക്കെ ചേട്ടന്മാർ പറഞ്ഞൊക്കെ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് സിഗരറ്റ് കത്തിച്ച് തന്നിട്ട് പറഞ്ഞു വലികളാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു ഐ എം സോറി, ഐ കനോട്ട് ഡു ദാറ്റ്. ഉടനെ അവർ ചോദിച്ച ചോദ്യം, ചേട്ടാ 15 വയസ്സുള്ള ചെറുക്കനെ സിഗരറ്റ് കത്തിച്ചു കൊടുത്തപ്പോൾ അവന് വലിക്കത്തില്ലയോ? കാര്യം അത് നോർമലി എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു പ്രിവിലേജ് ആയിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു നോ, ഐ കനോട്ട് ഡു ദാറ്റ്. വൈ? ഇപ്പം ഞാൻ അന്നത്തെ ഇത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പെന്തിക്കോസാണ്. പക്ഷേ ആ പറഞ്ഞ വാക്ക് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഇത് ഓൾമോസ്റ്റ് 48 ഇയേഴ്സിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഈ കരിസ്മാറ്റിക് ഒക്കെ തുടങ്ങി വന്നതേ ഉള്ളൂ. പെന്തിക്കോസ് എന്നുള്ള വാക്ക് അത്ര കോമൺ അല്ല. എൻ്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും അറിയത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്നാടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഐ വിൽ ടെൽ യു ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു ആൻഡ് ദർ ആർ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മദ്യപിക്കാൻ പറ്റില്ല, എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, എനിക്ക് ഈ പേക്കൂത്തുകളോ സിനിമയോ മറ്റുള്ള കാര്യങ്ങളോ അതെനിക്ക് പറ്റില്ല. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു. ഇവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഇടിക്കാൻ തുടങ്ങി. ഞോണ്ടാനും ഇടിക്കാനും ഒക്കെ. വലിയ ഇതൊന്നും അല്ല, റാഗിങ്ങിൻ്റെ ഒരു ഭാഗം, അല്ലാതെ വലിയ ശരീരം വേദനപ്പെടുത്തിയൊന്നുമല്ല. അതൊക്കെ സംഭവിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഐ താങ്ക് ഗോഡ് അന്ന് എൻ്റെ വ്യത്യസ്തത അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ. ഞാനത് അഹങ്കാരമൊന്നും പറയുന്നതല്ല, ദൈവകൃപയാകട്ടോ. 15 വയസ്സുള്ള ചെറുക്കനാ, ദൈവകൃപ. പക്ഷേ നമ്മളുടെ ഡിഫറൻസ്, നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തനാണ്, നമ്മൾ വ്യത്യസ്തനാണ്. അതെപ്പോഴാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ആരാണ്? ഞാൻ പറഞ്ഞു ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ഒരു ദൈവ പൈതലാണ്. ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി അതാ, വേറെ ഒന്നുമല്ല എൻ്റെ ഐഡൻറ്റിറ്റി. എൻ്റെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റി ഞാനൊരു ദൈവ പൈതലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ വ്യത്യസ്തനായിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു. ഞാൻ ഡിഫറൻ്റ് ആയിരിക്കണം. ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നാച്ചുറലി നമ്മൾ വ്യത്യസ്തരായിരിക്കും. അതിന് സംശയമില്ല. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി? എന്താണ്? വാട്ട് ഈസ് മൈ ഐഡൻറ്റിറ്റി? എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ കുടുംബ ബന്ധങ്ങളോ മറ്റുള്ളതോ ഒന്നും അല്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ ലൗകികമായ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നാട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത്, ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണെന്നൊക്കെ പറയും. അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പക്ഷെ ആ ഐഡൻറ്റിറ്റി അല്ല എന്നെ വ്യത്യസ്തനാക്കുന്നത്. അത് പറഞ്ഞേച്ചു എനിക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം കുറച്ചൊക്കെ. എന്നാലും എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ദൈവ മക്കളാണ്, ഞാൻ ദൈവ മകനാണ്. അടിസ്ഥാനപരമായി എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ളതാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നത്, അവിടെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മൾ മക്കൾ. പഴയ നിയമത്തിലും ദൈവ മക്കളാണ് അവരും. പക്ഷേ അവർ പലപ്പോഴും ദൈവത്തെ വിളിച്ചത് അഡോണായി എന്നാണ്, യജമാനനെ. തീർച്ചയായും ദൈവം നമ്മുടെ യജമാനനാണ്. പഴയ നിയമത്തെ വിളിച്ചതിന് ഒരു കുറ്റവും ഇല്ല. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അതെ അവൻ യജമാനനാണ്, പക്ഷേ അവിടുന്ന് നിങ്ങളുടെ പിതാവുമാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. ഇന്നു ദുഷ്ടനായവന്റെ കൈകളിൽ, നമ്മൾ ഇന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. ഭൂമി ഇന്നു ദുഷ്ടനായവന്റെ കൈകളിൽ, നമ്മൾ ഇന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനെ, ഭൂമി വാണടക്കിടുന്ന നാളടുത്തുക. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനെ, ഭൂമി വാണടക്കിടുന്ന നാളടുത്തുക. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. ഭാരമേറി മാനസം കലങ്ങിടാതെ നാം, ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി മോദമായി. ഭാരമേറി മാനസം കലങ്ങിടാതെ നാം, ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി മോദമായി. പാരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും, ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. പാരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും, ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ.